ഹായ്, റഫീഖാണ്. റഫീ മീഡിയ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ കുഴൽമന്നത്താണ്. പലരും എൻ്റെ ചാനൽ കണ്ടിട്ട് പലരും ആവശ്യപ്പെടാറുണ്ട് ചെറിയ ബഡ്ജറ്റിലുള്ള പ്രോപ്പർട്ടികൾ എന്താണ് ചെയ്യാത്തതെന്നുള്ളത്. നമ്മുടെ കയ്യിൽ വന്നാൽ മാത്രമേ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാറുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോകൾ ചെറിയ ബഡ്ജറ്റിലുള്ള വീടുകളാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കുഴൽമന്നം ജംഗ്ഷനിലാണ്. നമ്മളിനി പരിചയപ്പെടുത്തുന്നത് ഏകദേശം 35 ലക്ഷത്തിൻ്റെ താഴെയുള്ള പ്രോപ്പർട്ടികളാണ്. അപ്പോൾ ഇന്ന് കുഴൽമന്നത്ത് നിന്ന് ഏകദേശം 1/2 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 5 സെൻറ്റ് 1050 സ്ക്വയർ ഫീറ്റ് 3 BHK അറ്റാച്ച്ഡ് ടോയ്ലറ്റുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഹൈവേയിലാണ്. ഹൈവേയിലെ സർവീസ് റോഡാണ്. ഇവിടുന്ന് കുഴൽമന്നം ജംഗ്ഷൻ വളരെ അടുത്താണ്. ഇതാണ് ആ റോഡ്. ഇത് നേരെ നമുക്ക് ആലത്തൂർ സർവീസ് റോഡ് അങ്ങനെ പോകുന്നുണ്ട്. ഈ ജംഗ്ഷന് ഏകദേശം നമുക്ക് ഒരു 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ കാണിക്കുന്ന ഈ പ്രോപ്പർട്ടിക്കുള്ള ആകെയുള്ള ദൂരം എന്ന് പറയുന്നത്. ഈ ഭാഗത്തേക്ക് ഒരുപാട് സർവീസ് റോഡിനകത്ത് ഒരുപാട് വണ്ടികൾ പോകുന്ന റോഡുകളാണ്. അപ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടി ഒന്ന് കാണാം. ചെറിയ ചെറിയ ബഡ്ജറ്റിലുള്ള വീടുകളായിരിക്കും ഇനി കണ്ടിന്യൂഷൻ ആയിട്ട് വരിക. 4 സെൻറ്റ് 5 സെൻറ്റ് 6.25 6.5 എന്ന് പറയുന്ന ആ രീതിയിലാണ്. അപ്പോൾ നമുക്ക് നേരെ ആ പ്രോപ്പർട്ടിയിലേക്ക് ഒന്ന് പോയാലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ വീട് ഹൈവേയിൽ നിന്നും നമുക്കൊരു 1/2 കിലോമീറ്ററാണ് ഈ പ്രോപ്പർട്ടിക്കുള്ള ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 സെൻറ്റിലെ 1050 സ്ക്വയർ ഫീറ്റ് 3 BHK എന്ന് പറഞ്ഞ വീട് ഇതാണ്. ഇത് വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത്. നമ്മൾ വീടിൻ്റെ സ്പേസ് അതിര് ഇവിടുന്ന് ഇതിങ്ങനെ മതിൽ പണി ചെയ്ത് തരും. ഇവിടുന്ന് അങ്ങനെ ഫുള്ളായിട്ട് മണിതിൻ്റെ ഷെഡാണ്. ഇവിടെ അങ്ങനെ മതിൽ ചെയ്ത് തരും. ഇപ്പോൾ വീട്ടിൽ നമ്മളിവിടെ കയറി ഇവിടെ ആദ്യം കാണുന്നത് ഒരു സിറ്റ് ഔട്ടാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ നല്ല ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു തൂണും നമുക്കിവിടെ കാണും. നല്ലൊരു ആംബിയൻസ് തന്നെ ഒരു തൂണ് കാണുമ്പോൾ അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് കയറി നമുക്ക് ആദ്യം പോകുന്നത് വീടിൻ്റെ അകത്തോട്ടാണ്. ഇവിടെയൊക്കെ നോക്കണേ നല്ല നല്ല മരത്തിൽ ചെയ്തിട്ടുണ്ട്. ഡോറാണെങ്കിലും എല്ലാം ക്വാളിറ്റി കൂടിയിട്ടുണ്ട്. വീടിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാം. ഉള്ളിലോട്ട് കയറുമ്പോൾ നമുക്ക് വിശാലമായ ഒരു സ്പേസ് കാണും, ലിവിങ് സ്പേസ്. ഈ ഒരു ഭാഗത്ത് TV വെക്കാനുള്ള ഓപ്ഷനും അതേപോലെ മീറ്റർ ബോർഡുകൾ നമുക്കിവിടെ സിംഗിൾ ഫേസ് കണക്ഷനും ഒക്കെ കാണും. ഇത്രയും ഒരു സ്പേസ്. ഇവിടെ ഒരു സോക്കേഴ്സ്, ഇത് നല്ല അലുമിനിയം ഫാബ്രിക്കേഷനിലോ വുഡിൻ്റെ ചെയ്തിട്ടുള്ള നല്ലൊരു സോക്കേഴ്സിൻ്റെ ഒരു ഓപ്ഷനായി. ഈ ലിവിങ് സ്പേസ് നിന്ന് നേരെ വരുന്നത് ഡൈനിങ് സ്പേസാണ്. ഈ ഡൈനിങ് സ്പേസിൽ നിന്നാണ് 3 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ്. അത് നേരെ വന്നു ഇവിടെ നേരെ കയറുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ആദ്യം ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് റാക്കൊക്കെ സെറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള റാക്കും സൗകര്യങ്ങളുണ്ട്. അതുപോലെ മുകൾ വശത്ത് നോക്കുകയാണെങ്കിലും വാൾഡ്രോപ്പുകളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഈ പറയുന്ന വാൾഡ്രോപ്പുകളൊക്കെ അവരാവശ്യത്തിന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇങ്ങോട്ട് വന്ന് നമ്മൾ ഫസ്റ്റ് ഒരു ബെഡ്റൂം കണ്ടു. രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് ആ റൂം നേരെ ഇറങ്ങിയാൽ ഇതിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ലിവിങ് സ്പേസാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വന്ന് ഈ ലിവിങ് സ്പേസിൻ്റെ തൊട്ട് കിടക്കുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. ഇങ്ങനെ നോക്കിയാൽ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് വലുപ്പമുള്ള. താഴത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നല്ല ടൈലാണ്. ഇതിനകത്ത് വെറും പോളിഷ് വർക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി പണികളൊന്നും എല്ലാ പണിയും ഫിനിഷായി. ഇത് അറ്റാച്ച് ടോയ്ലറ്റ്. എല്ലാ മെറ്റീരിയലുകളും നല്ല മെറ്റീരിയലാണ് എല്ലാത്തിനകത്തും യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേസുള്ള ഒരു ബാത്റൂമാണ്. ഇപ്പോൾ 2 ബെഡ്റൂം കണ്ടു. ആ ഒരു ബെഡ്റൂം കണ്ടാൽ പിന്നെ നമുക്ക് വരുന്നത് നേരെ ഈ ഭാഗത്തൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് കയറുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു കോമൺ ടോയ്ലറ്റ്, നമ്മുടെ നല്ല സ്പേസുള്ള വലിയൊരു ടോയ്ലറ്റാണ് ഈ ഒരു ഭാഗം. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ സൈഡ് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, വലിയവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ഭാഗം കാണുന്നത്. നല്ല രീതിയിൽ തന്നെയാണ് വീട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 3 ബെഡ്റൂം കണ്ടു, ഹാളൊക്കെ കണ്ടു അല്ലേ. ഇവിടുന്ന് നമ്മൾ 1 2 ബെഡ്റൂം 3 ബെഡ്റൂം ഡൈനിങ് സ്പേസ് കണ്ടു. ഇനി കാണേണ്ടത് ഈ ഒരു സൈഡ് നേരെ കിച്ചണാണ്. കിച്ചണിലേക്ക് നല്ല സ്പേസുള്ള കിച്ചണാണ്. വിട്രിഫൈഡ് ടൈലെല്ലാം പതിച്ചിട്ടുള്ള വാഷ് ബേസിനും എല്ലാം വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് വാൾഡ്രോപ്പുകൾ അതിൽ സെറ്റ് ചെയ്യാം. അതിനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡ് വാൾഡ്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. കിച്ചൺ സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് പടിഞ്ഞാറാണ്. ഇത് പുറത്തോട്ട് ഇറങ്ങുന്ന വഴിയാണ്. ഇതിൻ്റെ സ്പേസ് നോക്കുകയാണെങ്കിൽ ചുറ്റുമതിലുണ്ട്. ഇവിടെ നോക്കിയാൽ ഇത്രയും സ്പേസ് ഉണ്ട്. ഇതെല്ലാം ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ വൃത്തിയാക്കി തരും. അതുപോലെ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിലും
ഈ ഒരു ഭാഗത്തും നല്ല സ്പേസ് ഉണ്ട്. വീടിൻ്റെ ഈ ഒരു വശം ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തും സ്പേസ് ഉണ്ട്, ചുറ്റുമതിലുണ്ട്. ഇത് മുകളിലോട്ട് കയറിപ്പോകുന്ന സ്റ്റെയർ കേസാണ്. പിന്നെ വാട്ടർ ടാങ്ക് 1000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കും അതെല്ലാം ആ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ അങ്ങനെ പോവാം. ഒരു സ്പേസ് ഉണ്ട്. ഇവിടെയൊക്കെ നല്ല മണ്ണൊക്കെ ഇട്ട് നല്ല രീതിയിൽ വൃത്തിയാക്കി തരും. അതൊക്കെ ഓണറായിട്ട് സംസാരിച്ച് നല്ല രീതിയിൽ അതിൻ്റെ എല്ലാം തന്നെ ഈ ഒരു ഭാഗത്ത് ചെയ്തു തരും. അപ്പോൾ നമ്മളിപ്പോൾ നേരെ വന്ന് വീടിൻ്റെ ഫ്രണ്ടിലെത്തി, ഫ്രണ്ടിൽ മതിൽ, ഗേറ്റ്, മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ആ ഭാഗത്ത് വരും. അപ്പോൾ നമ്മൾ കണ്ട പ്രോപ്പർട്ടി ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല ഡോറും സൗകര്യങ്ങളൊക്കെ കാണാം അല്ലേ. ഇവിടെ അതിൻ്റെ നല്ല ഡിസൈൻ ചെയ്തിട്ടുള്ള തൂണുകളൊക്കെ കാണാം. കുഴൽമന്നം ഹൈവേയിൽ നിന്ന് വെറും 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിക്കുള്ള ആകെയുള്ള ദൂരം എന്ന് പറയുന്നത്. ഇതിന് ശേഷമുള്ള വീഡിയോകളൊക്കെ നമ്മൾ വരുന്നത് പലരും ആവശ്യപ്പെട്ടിരുന്നു ചെറിയ ബഡ്ജറ്റുള്ള പ്രോപ്പർട്ടികളൊക്കെ ഉണ്ടോ എന്നുള്ളത്. 35ൻ്റെ താഴേക്ക് വരുന്ന വീടുകളാണ് ഇനി കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ട ഈ പ്രോപ്പർട്ടി ഇതിനുടമസ്ഥൻ നമ്മളെ വിൽക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അദ്ദേഹം ഉദ്ദേശിക്കുന്ന റേറ്റ് 32 ലക്ഷം രൂപയാണ്. 5 സെൻറ്റാണ്, 1050 സ്ക്വയർ ഫീറ്റ്, 3 BHK. അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴേക്കാണ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടേണ്ട നമ്പർ 7736350383. അതുപോലെ റഫീ മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കിടിലം പ്രോപ്പർട്ടിയുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ റഫീഖ് PKD. ബൈ.